എടാ അത്ര തന്നെടാ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞടാ ഇല്ലേ. ഞാൻ ഈ അടുത്തിറങ്ങിയാൽ വളരെ ബ്രോ, ഞാൻ ഈ അടുത്ത കാലം ഈ അടുത്തിറങ്ങിയെല്ലാം കണ്ടിട്ടില്ല. അതിലെ ഏറ്റവും നല്ലൊരു പരിപാടിയാണ്. അങ്ങനെ രസമുള്ള ട്രീറ്റ്മെൻറ്റ് പരിപാടികൾ, ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഭയങ്കര പുതുമയുള്ള കുറച്ച് നാൾ കൂടി ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കട്ടുകളും പരിപാടികളൊക്കെ കണ്ടതിൻ്റെ ഒരു കൗതുകം. ദാറ്റ്സ് ഇറ്റ്. അടിപൊളി പടം. മലയാള സിനിമ ഇവിടെ അങ്ങോട്ട് ഒരു മാറ്റത്തിലേക്ക് തുടരുമെന്ന് തോന്നുന്നുണ്ടോ? മലയാള സിനിമ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ അടിപൊളിയായിട്ടുണ്ട്. എന്നുണ്ട് നല്ല എൻ്റർടൈനറാണ്. ഇറ്റ്സ് ലൈക്ക് ലൈറ്റ് ഫുൾ ഫൺ and also a very engaging screenplay also. Of course, Dan always entertainer and it will be a very nice film. ഞാൻ എവിടെ പോയി എനിക്ക് തിരിച്ചു വരും എന്നുള്ള എനിക്ക് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. യെസ് അത് ലൈക്ക് യൂണിവേഴ്സ് ഐ എം വെരി എക്സൈറ്റഡ് ടു സീ. ലാസ്റ്റ് കണ്ട ആ സ്നീക്ക് വീക്കും ലൈക്ക് ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. അപ്പം കണ്ടുനോക്കുക എന്താണെന്നുള്ളത്. ശരി, പടം നല്ല പടമാണ്. പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നല്ല ട്രീറ്റ്മെൻ്റ് ആണ്, നല്ലൊരു തിയേറ്റർ ഫീൽ, ഒരു കോമിക് ബുക്ക് കൈൻഡ് ഓഫ് പരിപാടിയാണ്. ഭയങ്കര രസമുണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്തു, ഹാപ്പിയാണ്. ഒരു പടം ഇറങ്ങി ഇത് നാളെ വരണ്ടേ? നാളെ വന്നതിന് ശേഷം ഇടുള്ളൂ. പ്രീമിയർ ഷോയുടെ നല്ല അഭിപ്രായം, എല്ലാവർക്കും നല്ല റെസ്പോൺസാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ധ്യാന് അറിഞ്ഞു പെരുമാറിയ ഒരു പടമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എല്ലാവർക്കും, ഇപ്പം എനിക്കാണെങ്കിലും ഷിജുവിനാണെങ്കിലും ധ്യാനാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ ഒരു കഥാപാത്രം, അവരുടേതായ ഒരു ക്യാരക്ടർ ആക്കൊക്കെ ഉള്ള ഒരു നല്ല സിനിമ. വലിയ ഭാഗ്യം, പടത്തിൻ്റെ ഭാഗം കഴിഞ്ഞ വലിയ ഭാഗ്യം. എനിക്കിവിടെ ചെറിയൊരു പറഞ്ഞോ ചോദിച്ചോളിയാ. നല്ല രസം, കാരണം നമ്മളിതാണ് ആഗ്രഹിച്ച് വന്നത്. അത് എത്ര ആൾക്കാരുടെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റിയ വലിയ സന്തോഷം. നാളെ തിയേറ്ററിൽ വരും, എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണും. താങ്ക് യു. സംസാരിക്കാമോ? ഇവിടെ ചെറിയൊരു പെയിനായിട്ടിരിക്കുക. ഒരു പരിപാടിയാണ് മൊത്തത്തിൽ. എനിക്കൊന്ന് ധ്യാൻ്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പടത്തിന്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു നല്ലോണം ഈവൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻ തരുന്ന ഒരു പടമാണ്. ഈവൻ വീക്കെൻഡിൻ്റെ ഒരു യൂണിവേഴ്സ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട മൊത്തത്തിൽ എനിക്ക് ആ ഒരു മൂഡും ഈ ഒരു ഡിറ്റക്റ്റീവ് നമുക്ക് ആ പേരിൽ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും പരിപാടി. ഈവൻ ട്രെയിലർ കണ്ടപ്പോഴും നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മൊത്തത്തിൽ ആ ഒരു മൂഡ് അവർ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ധ്യാനാണെങ്കിലും പെർഫോമൻസ് എടുത്ത് പറയണം, ഡയറക്ഷൻ ഇന്ദ്രനീൽ ആൻഡ് രാഹുൽ എല്ലാവരും അവരുടെ പരിപാടി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, താങ്ക് യു. ഗംഭീര റിപ്പോർട്ടുകൾ പറയുന്നു. സന്തോഷം തോന്നുന്നു. കാരണം നമ്മളെല്ലാവരും കൂടി ഒരു എഫേർട്ട് എടുത്താണല്ലോ, ഒരു എന്താ പറയുക, കൂട്ടായിട്ടുള്ളൊരു എഫേർട്ടാണ്. അപ്പോൾ അത് വർക്കായി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഓരോ സിനിമ വർക്കാകുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ. കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ധ്യാനിൻ്റെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചിലുള്ള മൂവിയാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയുക? ധ്യാനിൻ്റെ നല്ലൊരു ക്വാളിറ്റി, റീസെൻ്റ്ലി ഇറങ്ങിയാൽ നല്ലൊരു ക്വാളിറ്റി. എനിക്ക് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് നല്ലൊരു ക്വാളിറ്റി മൂവി ഇറങ്ങിയത് ഇപ്പോഴാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഓക്കെ, ശരി. ബ്രോ അടിപൊളി, നമ്മൾ തന്നെ ചെയ്ത പടമാണ് ഇത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇതുപോലെ ഒരു വലിയ ബാനറിൻ്റെ പടത്തിലൊരു ചെറിയ വേഷമാണെങ്കിലും ചെയ്യാൻ സാധിച്ചതിൽ. എല്ലാവരും പടം തിയേറ്ററിൽ വന്ന് കാണുക. നാളെ 23-ാം തീയതി തിയേറ്ററുകളിൽ നമ്മുടെ പടമുണ്ട്. എല്ലാവരും കണ്ട് റിവ്യൂസ് അറിയിക്കുക. താങ്ക് യു. നല്ല പടമാണ് ബ്രോ. പ്രത്യേകിച്ച് ഇതിലുള്ള ഒരുവിധമുള്ള എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് എല്ലാം നല്ല രീതിയിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടം എന്തായാലും വിജയിക്കും. ഞാൻ മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെയാണ് കണ്ടത്. നല്ല പടമാണ്. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പടം ഒരു വെറൈറ്റി ഉണ്ട് ബ്രോ. ഇതുവരെ ധ്യാൻ ചേട്ടൻ ചെയ്തതിൽ നിന്ന് വെച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയമൊക്കെയാണ് അടുത്ത് ചെയ്തിരിക്കുന്നത്. അടിപൊളി. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരോട്? ഇത് നമ്മൾ കൂടുതലും സിനിമാക്കാരല്ലേ, പ്രേക്ഷകരുടെ നാളെ ഇരിക്കുന്നുണ്ട്. നമ്മൾ നാളത്തെ ഫസ്റ്റ് ഷോയ്ക്ക് ഇതൊരു സ്പെഷ്യൽ ഷോ അല്ലേ, അപ്പം നാളെ കാണട്ടെ. കണ്ടവരെല്ലാവരും ഗംഭീര അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ധ്യാൻ ഏറെ സന്തോഷത്തോടെയാണ് പടം കണ്ടിറങ്ങിയത്. ധ്യാൻ ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞ് നന്നായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു സിനിമ. പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഇതിലും ഒരു വ്യത്യസ്തമായ ധ്യാനം കൊണ്ടുവരാണ്ട് സാധിച്ചിട്ടുണ്ട്.
അതെ, ഇതൊരു സാധാരണയുള്ള ധ്യാൻ പാടായിട്ട് തോന്നിയില്ല. എന്തോ തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും? ആണല്ലേ? ഇതൊരു യൂണിവേഴ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള അതിനെക്കുറിച്ച് എന്താ പറയുക? അല്ല, നമ്മൾ ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഓരോ മൂവിയിൽ കൂടെ ആ യൂണിവേഴ്സിലോട്ട് ആഡ് ചെയ്യുന്നു. പറഞ്ഞല്ലോ, എല്ലാ ഇൻ്റർവ്യൂവിലും ഞാനത് പറയുന്നുണ്ടായിരുന്നു. അതാണ് നെക്സ്റ്റ് മൂവിയുടെ നിങ്ങൾ ലാസ്റ്റ് കണ്ടത്, ജാമ്പിയുടേത്. താങ്ക് യു. കൊള്ളാം, നല്ല സിനിമ, എൻഗേജിങ് ആണ്, കുറച്ച് ടെൻഷനുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്, അടിപൊളിയാണ്, ഓക്കെയാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? ധ്യാൻ ആസ് യൂഷ്വൽ എപ്പോഴും ധ്യാൻ നമ്മൾക്ക് നല്ല എൻ്റർടൈൻമെൻറ്റ്. ആക്ച്വലി ഉണ്ടല്ലോ, ധ്യാൻ്റെ പല സിനിമകളും ഓടുന്നില്ലെങ്കിലും ധ്യാൻ്റെ പല സിനിമകളും ഓടുന്ന കണക്കാക്കണ്ട, വളരെ നല്ല സിനിമകൾ ആ കൂട്ടത്തിലുണ്ട്. ഞാൻ എല്ലാ സിനിമകളും കാണുന്നുണ്ട്, നമുക്കറിയാം ഭേദപ്പെട്ട പല സിനിമകളും ധ്യാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ക്വാളിറ്റി വർക്കാണ്. ശരി, നല്ല പടം, അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം. ശ്രീശേഖരനൊരു വെറൈറ്റി പരിപാടി, ധ്യാൻ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ പിടിച്ചേക്കണം, മൊത്തത്തിൽ കൊള്ളാം, നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. നല്ല എന്തായാലും കാണണം, എല്ലാവരും പോയി കണ്ട് അഭിപ്രായം പറയുക.